പേര് നിത, ഇതെൻ്റെ ഭർത്താവ് ഡിൻസ്, രണ്ട് മക്കൾ, മോൻ ഡാൻ സാമുവൽ, ഇത് ഹന്ന മറിയം. ഞാൻ 2024 ജനുവരി 3 ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ സന്നിധിയിൽ വന്നിട്ട് നന്ദി പറഞ്ഞിട്ടാണ് ഞാൻ ന്യൂസിലാൻഡിലേക്ക് പോയിട്ടുണ്ടായത് ജോലി അന്വേഷിക്കാനായിട്ട്. എനിക്ക് 1.5 മാസത്തെ ഒരു ക്യാബ് കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജനുവരി 8 2024 ക്യാബ് കോഴ്സിന് പോയി. പക്ഷെ അന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായത് പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നഴ്സായിട്ട് അവിടെ ജോലി കിട്ടുന്നതാണ്. പക്ഷേ 6 മാസം എനിക്ക് ജോലി കിട്ടിയില്ല. 6 മാസം കൊണ്ട് ഞാൻ എന്നും പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും, എന്നിട്ടും ജോലിയൊന്നും ആയില്ല. ഞാൻ അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഉടമ്പടിയിൽ പറയണ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഡെയിലി പള്ളിയിലേക്ക് പോയി വചനം വായിച്ചു, മറ്റുള്ളവർക്കുള്ള കാര്യപ്രവൃത്തികൾ ചെയ്തു. എന്നിട്ടും ജോലി ശരിയാവുന്നില്ല. ഞാൻ മാതാവിനോട് പിന്നെയും മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കുള്ള നല്ല ജോലി ദുബായിൽ കളഞ്ഞിട്ടാണ് ഞാൻ ന്യൂസിലാൻഡിൽ വന്നിട്ടുണ്ടായത്. ഇവിടുന്ന് ഒരിക്കലും എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ ഇടവരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ഒരു ദിവസം പള്ളിയിലേക്ക് എന്നും പോകാറുണ്ട്. ന്യൂസിലാൻഡിൽ ഒരു ദിവസം ഭയങ്കരമായിട്ട് മഴയായിരുന്നു. അന്ന് അവിടെ ആലിപ്പഴം വിടാന്ന് പറയും, മഞ്ഞ് വീഴുന്ന ദിവസമായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് ഹോസ്റ്റലിൽ പറഞ്ഞു, നീ ഇന്ന് പള്ളിയിലേക്ക് പോകണ്ട, ഇന്ന് പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്ത് അത് വീണിട്ട് എന്തെങ്കിലും അപകടം പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവും, അപ്പം ഇന്ന് പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഉടമ്പടി തെറ്റിക്കാണ്ടിരിക്കുക ഞാൻ അവഗണിച്ചുകൊണ്ട് ഞാൻ പള്ളിയിലേക്ക് പോയി. എനിക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല, മാതാവിനെ കൈവിടില്ല എന്നുള്ള വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ ഇംഗ്ലീഷ് മാസമായിരുന്നു. ഇംഗ്ലീഷ് മാസം കഴിഞ്ഞ് പള്ളിയിലത്തെ എല്ലാവരും പോയി. ഞാൻ പള്ളിയിൽ ഞാൻ മാത്രമായിട്ട് തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കായിരുന്നു ദൈവത്തോട്, ദൈവം എനിക്ക് എന്താണ് ജോലി ശരിയാവാത്ത. ഞാൻ വന്നിട്ട് 6 മാസമായിട്ട് എനിക്കൊരു ഇൻ്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു, 3 മാസം കഴിയുന്നിട്ടും എൻ്റെ മാതാവ് കാണാത്തതെന്ന് ഞാൻ മാതാവിനോട് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ വിസ കഴിയാൻ ഒരാഴ്ചയും കൂടി ഇനി ബാക്കിയുള്ളൂ. ഞാൻ അടുത്ത വ്യാഴാഴ്ച നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് എടുത്തു. അപ്പോൾ എനിക്കിനി 7 ദിവസം മാത്രമേ എൻ്റെ കൺമുമ്പിലുള്ളൂ. അതിനുള്ള ജോലി എങ്ങനെയെങ്കിലും മാതാവ് ഈ 7 ദിവസം കൊണ്ട് ശരിയാക്കാൻ ഞാൻ അത്രയ്ക്ക് ഉരുകി പ്രാർത്ഥിച്ചു. ഇനി തിരിച്ചു പോയി കഴിഞ്ഞ് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എനിക്ക് വഴക്ക് കേൾക്കേണ്ടി വരും, നല്ല ജോലി അവസാനിപ്പിച്ച് വന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ എൻ്റെ ഷോൾഡറിൽ തട്ടി. പള്ളിയിൽ ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. തിരിഞ്ഞു നോക്കിയപ്പോൾ നീല സാരി എടുത്ത ഒരു ചേച്ചിയായിരുന്നു അത്. അവിടെ പള്ളിയിൽ ഒരിക്കലും ഞാൻ ഇംഗ്ലീഷ് മാസം നീല സാരി എടുത്ത ചേച്ചിനെ കണ്ടിട്ടേ ഇല്ല. ആ ചേച്ചി എന്നോട് ചോദിച്ചു, മോൾക്ക് ഇതുവരെ ജോലി ആയിട്ടില്ല അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ 6 മാസമായിട്ടും ജോലി ആവാതെ ഞാൻ അടുത്ത ആഴ്ച ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. ഞാൻ അവസാനമായിട്ട് ഈ പള്ളിയിൽ ഞാൻ എന്നും വന്ന് പ്രാർത്ഥിക്കാറുണ്ട്, അതാണ് എൻ്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി എനിക്കൊരു നമ്പർ തന്നു, ഈ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിയാൻ ദൈവം നിന്നെ കൈവിടില്ല, നിനക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫോൺ നമ്പർ മേടിച്ചു. ആ ചേച്ചി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 50-55 വയസ്സിനൊക്കെ പ്രായമുള്ള ഒരു മുഖമാണ്. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി പോവാ, ചേച്ചിയുടെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പേര് പറഞ്ഞു മരിയാന്ന് പറഞ്ഞു. എനിക്ക് ഇന്നും വിശ്വാസമാണ് ആ ചേച്ചി നമ്മുടെ മാതാവാണെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വാസമാണ്. എന്താണെങ്കിൽ ആ പള്ളിയിൽ ഞാൻ 2.5 വർഷം അത് കഴിഞ്ഞ് ഞാൻ ജീവിച്ചു. ഇന്നേ വരയ്ക്ക് ആ സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇംഗ്ലീഷ് മാസിന് ഒരു സ്ത്രീകളും സാരി എടുത്ത് വന്ന് ഞാൻ പിന്നീട് കണ്ടിട്ടേ ഇല്ല അവിടെ. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയിട്ട് ആ നമ്പറിൽ ഞാൻ വിളിച്ചപ്പോൾ അത് ന്യൂസിലാൻഡിലെ മലയാളികളിലെ ക്രിസ്ത്യൻസിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലത്തെ നമ്പറായിരുന്നു. അപ്പോൾ അതിലത്തെ ഒരു ആളാണ് എനിക്ക് ഫോൺ എടുത്തത്. അപ്പോൾ ആൾ ചോദിച്ചു, എന്തേ മോള് വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല എന്ന്. അപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ആഡ് ചെയ്തു. അപ്പോൾ ആഡ് ചെയ്തതിൽ 50 മെമ്പേഴ്സാണ് ഉണ്ടായത് ആ ഗ്രൂപ്പിൽ. എനിക്ക് അടുത്ത വ്യാഴാഴ്ച നാട്ടിലേക്ക് പോകാനുള്ളത്. ഞാൻ 50 ആളെ എനിക്ക് അറിയില്ലെങ്കിലും ഞാൻ 50 ആൾക്ക് ഞാൻ പേഴ്സണൽ മെസ്സേജ് അയച്ചു, ഞാൻ അടുത്ത വ്യാഴാഴ്ച നാട്ടിലേക്ക് പോവാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നഴ്സിംഗ് ജോലി അറിയുകയാണെങ്കിൽ എന്നോട് പറയണമെന്ന് പറഞ്ഞിട്ട്. ഈ 50 ആളിൽ 46 ആളും എനിക്ക് റെസ്പോണ്ട് ചെയ്തില്ല, ഒരു മെസ്സേജിന് ഒരു റിപ്ലൈ അയച്ചില്ല. ബാക്കി 4 ആൾ മാത്രമാണ് റിപ്ലൈ അയച്ചത്. അതിൽ 3 ആൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലായിരുന്നു. അവരെന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് നഴ്സിങ്ങിനെ കുറിച്ച് അറിയില്ല, അതുകൊണ്ട് സോറി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. അതിലത്തെ ഒരു ചേട്ടൻ മാത്രം എനിക്ക് മെസ്സേജ് അയച്ചത്, അയാളുടെ വൈഫിൻ്റെ ജോലി സ്ഥലത്ത് ജോലി ഒഴിവുണ്ട്, നീ CV അയക്കാൻ പറഞ്ഞിട്ട്. ആ വ്യക്തിനെ എനിക്ക് അറിയൊന്നുമില്ല. അങ്ങനെ CV അയച്ചു. എൻ്റെ ഓഗസ്റ്റ് 5 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ 6 മാസം കിട്ടാത്ത ജോലി എനിക്ക് ഓഗസ്റ്റ് 5 തന്നെ മാതാവ് തന്നെ അനുഗ്രഹിച്ചു. ആ ഫസ്റ്റ് ഞാൻ ന്യൂസിലാൻഡിൽ പോയിട്ടുള്ള ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നത്. അത് പാസ്സായി, എനിക്ക് ജോലി കിട്ടി, ഞാൻ ജോലി കയറി. അത് ഞാൻ ഇന്നും വിശ്വസിക്കണമെങ്കിൽ മാതാവാണ് ആ ജോലി കൊണ്ടുവന്ന് തന്നേന്ന്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും ആ സ്ത്രീ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ മാത്രമല്ല, ഞാൻ ആ ഗ്രൂപ്പിൽ ചോദിച്ചു. ആ ഗ്രൂപ്പിലത്തെ അവരും പറഞ്ഞു ഇങ്ങനെ ഒരു 50 വയസ്സുള്ള ഒരു ഏജുള്ള ഒരു സാരി എടുത്ത സ്ത്രീ നമ്മുടെ ഗ്രൂപ്പിലില്ല എന്നും പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് നമ്പർ കിട്ടിയെന്ന് എല്ലാവർക്കും അതിശയമായിരുന്നു. അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ക്യാപ്പ് എന്ന് പറഞ്ഞ കോഴ്സിനാണ് ഞാൻ പോയിട്ടുണ്ടായത്. ആ കോഴ്സിൻ്റെ ഫീസ് നമുക്ക് സെപ്റ്റംബർ 30 വരെയൊക്കെയാണ് ജോലി കിട്ടിയവർക്കാണ് റീഫണ്ട് കിട്ടുകയുള്ളൂ. എനിക്കങ്ങനെ ഓഗസ്റ്റ് 29 ഞാൻ ജോലിക്ക് കയറിയത്. കൃത്യം 1 മാസത്തെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് ആ സംഖ്യ ഫുൾ ഞാൻ എത്രയും ഞാൻ ചിലവാക്കിയോ ആ ഫുൾ എമൗണ്ടും എനിക്ക് തിരിച്ച് കിട്ടി. അത് 1 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് തിരിച്ച് കിട്ടില്ലായിരുന്നു. അതും മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു. പിന്നെ
എനിക്ക് എൻ്റെ സെപ്റ്റംബർ 10 ജോലി കയറിയിട്ട് വെറും 10 ദിവസം കഴിയുമ്പോൾ എൻ്റെ OET എന്ന് പറഞ്ഞ എക്സാം 2 വർഷമായിട്ട് എക്സ്പയർ ആവായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് ഒരിക്കലും റെസിഡൻസി ഇടാൻ പറ്റില്ല. പിന്നെ റെസിഡൻസി ഇടണമെങ്കിൽ എനിക്ക് പിന്നെയും OET എക്സാം എഴുതണമായിരുന്നു. അത് വലിയ ടഫുള്ള എക്സാം ആയതുകൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഈ 10 ദിവസം കൊണ്ട് ഒരിക്കലും എനിക്കറിയാം റെസിഡൻസി ഇടാൻ പറ്റില്ല എന്ന്. എന്താണെങ്കിലും ഒരുപാട് ഡോക്യുമെൻറ്റ്സ് സംഘടിപ്പിക്കാനുണ്ട്. അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം 10 ദിവസം കൊണ്ട് ഒരിക്കലും അത് റെഡിയാവില്ല. കുറേ ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കാനുണ്ട്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് സെപ്റ്റംബർ 8 വെറും 8 ദിവസം കൊണ്ട് എനിക്ക് എല്ലാ ഡോക്യുമെൻറ്റ്സ് റെഡിയായി. മാതാവിൻ്റെ ബർത്ത്ഡേ അന്ന് എനിക്ക് റെസിഡൻസി ഇടാൻ പറ്റി. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഡിസംബർ 25 ക്രിസ്മസിന് മുമ്പ് ചേട്ടനും മോനും ന്യൂസിലാൻഡിൽ എത്തണം എന്നുള്ളത്. അങ്ങനെ ഡിസംബർ 19 മാതാവ് ഇവരെ ന്യൂസിലാൻഡിൽ എത്തിച്ചു. അതിനുശേഷം പിന്നത്തെ കൊല്ലം 2025 ഓഗസ്റ്റ് 5 എൻ്റെ അടുത്ത കൊല്ലത്തെ ബർത്ത്ഡേ അന്ന് ചേട്ടന് ജോലി തന്ന് ദൈവം അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കായിരുന്നു, എനിക്ക് കുഞ്ഞിന് തരാണെച്ചെങ്കിൽ ഒന്നല്ലെങ്കിൽ മെയ് മാസം അല്ലെങ്കിൽ ഒക്ടോബർ മാസമാണ് എനിക്ക് മാതാവ് പ്രഗ്നൻ്റാന്ന് അറിയിച്ചാൽ മതി, എങ്കിലും ഞാൻ മാതാവിൻ്റെ കുഞ്ഞാണെന്ന് ഞാൻ വിശ്വസിക്കുള്ളൂ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ മെയ് 30 ഞാൻ പ്രഗ്നൻ്റാന്ന് അറിഞ്ഞത് 2025 കഴിഞ്ഞ കൊല്ലം. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായി. ജനിക്കുകയാണെങ്കിൽ അത് പെൺകുഞ്ഞാണെങ്കിൽ പെൺകുഞ്ഞ് മറിയം എന്ന് പേരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാതാവ് തന്ന കുഞ്ഞാണ് ഇപ്പോഴും വിശ്വസിക്കുന്നു. ഞങ്ങൾ ഈ കുഞ്ഞിനെ ഹന്ന മറിയം എന്ന് പേരിട്ടു. പിന്നെ ഞങ്ങൾ ജോലി കിട്ടിയിട്ട് ഞാൻ പെയിൻ ഗസ്റ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ജോലി കിട്ടിയ സമയത്ത്. അപ്പോൾ അവിടെ വീട് നോക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ കുറേ സ്ഥലത്ത് അന്വേഷിച്ചാൽ മാത്രമേ നമുക്ക് വീട് കിട്ടുള്ളൂ. കുറേ സ്ഥലത്ത് വ്യൂവിങ്ങിനൊക്കെ പോകണമെന്ന് പറയും. അപ്പോൾ അതൊക്കെ എങ്ങനെ തുടങ്ങും എന്താ ഒന്നും എനിക്കറിയില്ല ഫാമിലീനെ കൊണ്ടുവരുന്നതിനേക്കാളും മുമ്പായിട്ട്. പക്ഷേ ഞാൻ പെയിൻ ഗസ്റ്റായിട്ട് നിന്ന വീട്ടുകാർക്ക് ഒരുപാട് നാളായിട്ട് ഓസ്ട്രേലിയയിൽ ജോലി നോക്കുന്നുണ്ടായതാണ്. പക്ഷേ ഞാൻ വീട് നോക്കുന്ന ആ സെയിം സമയത്ത് തന്നെ അവർക്ക് വിസ റെഡിയാവുകയും ഒരു ഓസ്ട്രേലിയയിൽ പോവുകയും ചെയ്തു. അപ്പോൾ ആ പോയതുകൊണ്ട് എനിക്കൊരു വീട് പോലും നോക്കാണ്ട് ഞാൻ നിന്ന വീട് തന്നെ എനിക്ക് സ്വന്തമായിട്ട് അവരെ വീടും കാറും എല്ലാ സാധനങ്ങളും ഒന്നും എനിക്ക് അറിയാണ്ട് വന്നില്ല. ന്യൂസിലാൻഡിൽ എത്തിയിട്ടും എന്താ പറയുക, മാതാവ് എന്നിലേക്ക് എല്ലാം അങ്ങനെ തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ 2.5 വർഷത്തിനുള്ളിൽ എനിക്ക് ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. പക്ഷേ അതല്ലാതെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം മാതാവ് തന്നിട്ടുണ്ട്. ഇത്രയും തന്ന മാതാവിന് ഒരായിരം നന്ദി. പിന്നെ ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായി. പിന്നെ എന്താവശ്യം ഞാൻ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രയർ ചെയ്യാറുണ്ട്. പിന്നെ സാധിക്കുന്ന ദിവസങ്ങളൊക്കെ ബൈബിൾ വായിക്കാറുണ്ട്. കുടുംബപ്രാർത്ഥന ഒരുമിച്ച് ചെല്ലാറുണ്ട്. സാധിക്കുന്ന സമയത്തൊക്കെ പള്ളിയിലേക്ക് പോകാറുണ്ട്. പിന്നെ ഞങ്ങൾ അനാഥാലയത്തിലേക്ക് പൈസ കൊടുക്കാറുണ്ട്. അങ്ങനെ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഈ സമയത്തിനുള്ളിൽ. അപ്പോൾ ഇനിയും ഞങ്ങൾ 14 തിരിച്ച് ന്യൂസിലാൻഡിലേക്ക് പോവാണ്. അപ്പോൾ മാതാവിനോട് യാത്ര പറയാൻ കൂടി വന്നത്. അപ്പോൾ ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഒത്തിരി നന്ദി. പിന്നെ എൻ്റെ ഏറ്റവും വലിയ സാക്ഷി ഞാൻ പറയാൻ വിട്ടുപോയി. അതെന്താണെങ്കിൽ ഞാൻ കുഞ്ഞിനെ പ്രഗ്നൻ്റാന്ന് അറിഞ്ഞു മെയ് മാസം. അത് കഴിഞ്ഞ് 2 മാസമായപ്പോൾ ഞാൻ ജോലിയുടെ ഇടയ്ക്ക് പെട്ടെന്ന് എനിക്ക് വയറുവേദന വന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവർ പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ അതേ വലുപ്പമുള്ള ഒരു ഫൈബ്രോയിഡാണ് കണ്ടത്. അപ്പോൾ എനിക്കും അത് കാണിച്ചു. ഞാനും കണ്ടു കുഞ്ഞിൻ്റെ അതേ സൈസിൽ ഫൈബ്രോയിഡ്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇപ്പോൾ തന്നെ അബോർഷൻ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ജീവനത് ഭീഷണിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഹസ്ബൻഡും പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും അബോർഷൻ ചെയ്യില്ല, കുഞ്ഞിനെ ഹാർട്ട് ബീറ്റ് എല്ലാം കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുഞ്ഞിനെ ഒരിക്കലും ഞങ്ങൾ അബോർഷൻ ചെയ്യില്ല, ദൈവം തന്ന കുഞ്ഞാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് മാതാവ് തന്ന കുഞ്ഞാണെന്ന്. ആ കുഞ്ഞാണെങ്കിൽ മാതാവ് എന്തെങ്കിലും നോക്കിക്കോളെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ സൈൻ ചെയ്ത് കൊടുത്ത് ഞങ്ങളുടെ റിസ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. മാതാവ് നോക്കിക്കോളെന്ന് എനിക്ക് അത്രയും വിശ്വാസമായിരുന്നു. പിന്നീട് സ്കാൻ ചെയ്തപ്പോൾ ആ മുഴ ഒന്നും തന്നെ ഇല്ല, കുഞ്ഞ് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ശരിക്കും ഈ കുഞ്ഞിത് അത്ഭുതമാണ്. നമ്മൾ ഡോക്ടേഴ്സ് പറയണ കേട്ട് ഞാൻ അബോർഷൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇന്ന് ഈ കുഞ്ഞിനെ പിടിച്ചിവിടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം മാതാവ് തന്ന കുഞ്ഞാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കണം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് നിദാ റാഫേലിൻ്റെ സാക്ഷ്യം, അനുഭവ സാക്ഷ്യം നമ്മൾ കേൾക്കുകയായിരുന്നു. എപ്രകാരമാണ് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഈ മകളുടെ ജീവിതത്തിൽ ഉണ്ടായതെന്ന് വാക്കുകളിൽ തന്നെ പ്രകടമായിരുന്നു. ജോലിയെക്കുറിച്ചും ജോലി ലഭിക്കാത്തതിൻ്റെതായ ലാസ്റ്റ് നിമിഷങ്ങൾ കടന്നു പോകുമ്പോൾ ചില മനുഷ്യ രൂപത്തിൽ അമ്മയുടെയൊക്കെ സാന്നിധ്യമൊക്കെ കടന്നു വരും. അത് നമ്മുടെയൊക്കെ വിശ്വാസത്തെ കൂടുതൽ ആഴപ്പെടുത്തുവാനും പരിശുദ്ധ അമ്മ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടപെട്ടുവെന്ന് നമ്മളെയൊക്കെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഓരോ കടന്നു വരവൊക്കെ ചെയ്യുന്നത്. ഈ മകളുടെ ജീവിതത്തിൽ മരിയ എന്ന സ്ത്രീയിലൂടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യ സംരക്ഷണവും ഈ മകൾക്ക് ജോലി കൂടി ലഭിക്കുന്നത് വാക്കുകളിൽ നിന്ന് വളരെയേറെ പ്രകടമാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും ഈ മകളുടെ വിശ്വാസത്തെ കൂടുതൽ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റുകയൊക്കെ ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ജോലിയിൽ നിൽക്കുവാനും അതോടൊപ്പം തന്നെ തനിക്ക് ലഭിക്കേണ്ട പൈസ അത് മുഴുവനായിട്ടത് തിരിച്ചു കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തൻ്റെ ഉള്ളിൽ വളർന്നു വന്ന ഫൈബ്രോയിഡിൻ്റെ ആണെങ്കിലും
അത് പരിശുദ്ധ അമ്മയോട് ചേർന്നപ്പോഴത്തേക്ക് ഒരു വലിയ സൗഖ്യമായിട്ട് പൂർണ്ണമായൊരു സൗഖ്യം നൽകിയാണ് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൽ ഈ മകള് വളർന്നു വരികയൊക്കെ ചെയ്തത്. നമുക്കെല്ലാവർക്കും നന്ദി പറയാം. ഇനിയും മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ മകളെ മാറ്റണമെന്നും ഇനി നിരവധി അനുഗ്രഹങ്ങളാൽ ഇവരെ അനുഗ്രഹിക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കാം. ഒപ്പം ഇത് കേൾക്കുന്ന സാക്ഷികളായ നമുക്കും പ്രത്യക്ഷീകരണ മാതാവിൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്ന അത് സ്വീകരിക്കുന്ന മനുഷ്യനാക്കി മാറ്റുവാൻ നമ്മളെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.